ഒട്ടും പ്രതീക്ഷിക്കാതെ നടത്തിയ കൊളുക്കുമല യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട റൂട്ടുകളൊന്നായ മുണ്ടക്കയം, കുട്ടിക്കാനം, ഏലപ്പാറ വഴി കട്ടപ്പന ചെന്നിട്ട് നെടുങ്കണ്ടം വഴി പൂപ്പാറ കയറി പൂപ്പാറ എന്ന സൂര്യനെല്ലിക്ക് പോകാനാണെന്ന് ഞങ്ങളുടെ തീരുമാനം. യാത്ര വളരെ രസകരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മിക്കവാറുമുള്ള യാത്രകളിൽ ഈ റൂട്ട് ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഈ റൂട്ടിലൂടെ പോകാൻ വേറൊരു വൈബാണ്. കൂടെയുള്ള രണ്ടുപേരും കോട്ടയത്തു നിന്നുള്ളവരായതുകൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് കോട്ടയം ചെന്നിട്ട് അവരെ പിക്ക് ചെയ്ത് അതുവഴി മുണ്ടക്കയത്തിന് പോകാം എന്നായിരുന്നു തീരുമാനം. ചിന്നക്കനാൽ ചെന്നിട്ട് സൂര്യനെല്ലി പോകുന്ന വഴി എല്ലാവർക്കും പരിചിതമാണ്. മൂന്നാറിലൊക്കെ പോകുന്നവര് നോർമൽ പോകുന്ന അടിമാലി റൂട്ടിൽ നിന്ന് മാറി ഈ പറഞ്ഞ പൂപ്പാറ റൂട്ടിൽ പോവുകയാണെങ്കിൽ കുറെ കൂടെ സീനിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഞങ്ങളുടെ കഴിഞ്ഞ മൂന്നാർ കൊടൈക്കനാൽ ട്രിപ്പില് മൂന്നാറിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴി പൂപ്പാറ തേനി റോഡില് കൊളുക്കുമലയ്ക്ക് പോകാനായിട്ട് ഒരു ഡീവിയേഷൻ ഉണ്ട്. അപ്പൊ ഇന്ന് ആ വഴിക്ക് പോകാനാണ് ഞങ്ങളുടെ നോർമൽ പോകുന്ന ചിന്നക്കനാൽ, സൂര്യനെല്ലി ആ റോഡ് വിട്ടിട്ട് ഈ പൂപ്പാറയിൽ നിന്ന് കൊളുക്കുമലയ്ക്ക് പോകുന്ന ആ റോഡ് വഴിക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. വെളുപ്പിന് ഒരു 5 മണിക്ക് കൊളുക്കുമല എത്താൻ കണക്കാക്കിയാണ് ഞങ്ങളുടെ യാത്ര. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കാണിക്കുന്ന ബോർഡുകൾ ഈ വഴിയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഈ പൂപ്പാറ തേനി റോഡിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കൊളുക്കുമലയ്ക്കുള്ള വഴിയിലോട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഈ വഴിയിലോട്ട് കയറുമ്പോൾ തന്നെ വളരെ വിജനമാണ്. രണ്ട് സൈഡിലും ഈറ്റക്കാടുകളും ആനയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്ന ബോർഡുകളും ഞങ്ങളുടെ അല്പം പേടി തോന്നിപ്പിച്ചു. ഉറപ്പായിട്ടും ആനയുടെ സാന്നിധ്യം നന്നായുള്ള ഒരു മേഖലയാണെന്ന് നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ മനസ്സിലാവും. ഗ്രാമപ്രദേശ റോഡായതുകൊണ്ട് വളരെ വീതി കുറഞ്ഞ റോഡായിരുന്നു. ആ റോഡ് കയറി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മളൊരു ഗ്രാമത്തിലെത്തുന്നു.
കുറച്ചധികം വീടുകളും ചെറിയ കടകളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഭാഗം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കാട്ടുവഴിയിലോട്ടാണ് കയറുന്നത്. ആ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരത്തേക്ക് കാട്ടുവഴിയാണ്. ഒരുപാട് തിങ്ങി നിറഞ്ഞ ഈറ്റക്കാടുകളും ഒരുപാട് കൂറ്റൻ മരങ്ങളുമുള്ള ഒരു കാട്ടുവഴി. നേരത്തെ നെടുങ്കണ്ട പൂപ്പാറ റോഡിൽ കണ്ടതുപോലെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പുള്ള ബോർഡുകൾ ഈ വഴിയിലുടനീളം കാണാം. പകൽ വെളിച്ചത്തിൽ കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു റോഡാണ്. കാട്ടുവഴിയും പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശം. കുറേ ദൂരം കാട്ടിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഈ കാണുന്ന ജീപ്പ് സഫാരി പോയിന്റിലോട്ട് എത്താൻ പറ്റും. ഇവിടെ നിന്നാണ് ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊളുക്കുമലയിലേക്ക് പോകാൻ ഈ സഫാരി പോയിന്റിൽ നിന്ന് 3000 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു 80 രൂപയുടെ ഒരു ടിക്കറ്റും അവിടെ നിന്ന് എടുക്കേണ്ടി വരും. ഹാരിസൺ ഗ്രൂപ്പിന്റെ ഒരു പ്രൈവറ്റ് ടീ എസ്റ്റേറ്റിൽ കൂടെയാണ് നമ്മൾ കൊളുക്കുമലയ്ക്ക് പോകുന്നത്. ആ ജീപ്പ് സഫാരി പോയിന്റിൽ നിന്ന് വാങ്ങുന്ന ടിക്കറ്റ് ഈ ടീ എസ്റ്റേറ്റിൽ കയറുന്നതിന് മുന്നേ അവിടെയുള്ള സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത്. 600 രൂപയോളം ഈ ടീ എസ്റ്റേറ്റിൽ പേ ചെയ്തിട്ടാണ് ഈ കാണുന്ന ഓരോ ജീപ്പുകളും നേരെ കൊളുക്കുമലയിലോട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരമാണ് സൂര്യനെല്ലി ജീപ്പ് സഫാരി പോയിന്റിൽ നിന്ന് പുലിപ്പാറ വ്യൂ പോയിന്റിലേക്ക്. അതിൽ 6 കിലോമീറ്ററോളം ഓഫ് റോഡ് തന്നെയാണ്. ഈ ടീ എസ്റ്റേറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ടീ എസ്റ്റേറ്റാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഓർഗാനിക് ടീ ഫാക്ടറിയും ഈ കൊളുക്കുമലയിൽ തന്നെയാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈൻ അതും ഈ കൊളുക്കുമലയിൽ തന്നെയാണ്.
ഇവിടെ തന്നെ കൊളുക്കുമല ടീ എസ്റ്റേറ്റ് സന്ദർശിക്കേണ്ട ഒരു അവസരവും നിങ്ങൾക്ക് ലഭിക്കും. 100 രൂപ ടിക്കറ്റിൽ 3-4 മണിക്കൂർ നേരം ആ ടീ എസ്റ്റേറ്റിനകത്ത് നമുക്ക് കറങ്ങി കാണാനുള്ള ഒരു അവസരം ഇവിടെ നിന്ന് ലഭിക്കും. ടീ ഫാക്ടറിയുടെ എൻട്രൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറയുന്ന ജീപ്പുകളിൽ മാക്സിമം 6 പേര് അലൗഡ് ആണ്. നമ്മൾ 3 പേരൊക്കെ ഉള്ള ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ തന്നെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ 2-3 പേരുമായിട്ട് വരുന്ന വേറെ ഗ്രൂപ്പിന്റെ ആൾക്കാരുമായിട്ട് നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് ജീപ്പ് എടുത്ത് മേലോട്ട് പോകും. അപ്പോൾ 6 പേരൊക്കെ ഉള്ള ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ പെർ ഹെഡിന് ഒരു 500 രൂപ വെച്ചാവും. പിന്നെ പ്രായമുള്ളവർക്കും ഇവിടെ വരാൻ കഴിയുന്നതാണ്. അതിനനുസരിച്ച് അവിടെ ഡ്രൈവേഴ്സ് അവൈലബിൾ ആണ്. പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ കുറച്ച് സാവധാനം ഈ ഓഫ് റോഡുകളിലൂടെയൊക്കെ കൊണ്ടുവരുന്നത്. 5-6 കിലോമീറ്ററോളം നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഓഫ് റോഡ്. ഈ ഓഫ് റോഡ് കടന്ന് നമ്മൾ ആദ്യമായിട്ട് വന്ന് എത്തിച്ചേരുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരല്പം നടന്ന് ആ മലമുകളിലേക്ക് പോകണം. ജീപ്പ് വന്ന് നിൽക്കുന്ന പോയിന്റിൽ നിന്ന് വ്യൂ പോയിന്റിലേക്ക് ഏകദേശം ഒരു 100 മീറ്ററോളം നടന്നിട്ട് വേണം. ഈ കാണുന്ന വഴിയിലൂടെ നടന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വ്യൂ പോയിന്റ് വരുന്നത്.
ഇവിടേക്ക് എത്തിച്ചേരാൻ ഞങ്ങളൊരു 10 മിനിറ്റ് വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് സൺറൈസ് മിസ്സായി. എന്നിരുന്നാലും ഇവിടുത്തെ വ്യൂ അത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ മുഴുവൻ ഈ സൺറൈസ് കാണാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഏതാണ്ട് 200ഓളം ജീപ്പ് എന്നും ഈ വ്യൂ പോയിന്റിലോട്ട് രാവിലെ എത്തുന്നു. ഒരു ജീപ്പിൽ 6 പേര് വെച്ച് അത്രത്തോളം ആൾക്കാർ മേലെ ഈ വ്യൂ പോയിന്റിലേക്ക് വരുന്നു. ഞങ്ങൾ പോയത് ജൂലൈ മാസത്തായതുകൊണ്ട് കാലത്ത് തന്നെ ചെറിയൊരു ചാറ്റൽ മഴയും അതിന്റെ കൂടെ ഈ മൂടൽ മഞ്ഞും പിന്നെതാ ഈ വ്യൂവും. ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ കഴിയും. 2 മണിക്കൂറോളം നമ്മളെ കാത്ത് നമ്മൾ വന്ന ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. 2 മണിക്കൂറോളം നമുക്കിവിടെ ചെലവഴിച്ചിട്ട് ആ ജീപ്പിന്റെ പാർക്കിംഗ് പോയിന്റിലേക്ക് പോയാൽ മതി. ഈ ഭാഗത്തും നല്ല കാറ്റാണ്. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാറ്റടിച്ചിട്ട് പുത്തകടികളിലെല്ലാം ഇങ്ങനെ ഇളക്കം സംഭവിക്കും. ഈ സൺറൈസ് പോയിന്റിന് മേലെയായിട്ട് ബോസ് പോയിന്റ് എന്ന് പറയുന്ന വേറൊരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട്. അവിടുത്തെ വ്യൂ കുറച്ചുകൂടെ മനോഹരമാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സൺറൈസ് പോയിന്റുകളിൽ ഒന്നാണ് ഈ കൊളുക്കുമലയിലെ സൺറൈസ് പോയിന്റ്. കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് നമുക്ക് ഈ വ്യൂ പോയിന്റിന്റെ എൻഡിലേക്ക് പോകാൻ കഴിയുന്നതാണ്. അവിടെ തന്നെയാണ് ഈ പുലിപ്പാറ ഫോട്ടോ പോയിന്റ്. നോർമലായിട്ട് നോക്കിയാൽ ഒരു സാധാ പാറക്കല്ലാണെങ്കിലും ചില സൈഡ് വ്യൂവിലാണ് കറക്റ്റ് ആ പുലിയുടെ രൂപം തെളിഞ്ഞു വരുന്നത്. ആ പോയിന്റിലാണെങ്കിൽ ഫുള്ള് റഷാണ്.
വരുന്നവരെല്ലാം ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഈ ജീപ്പ് പാർക്ക് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് കുറച്ച് മേലോട്ട് പോയാൽ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് തമിഴ്നാട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് തമിഴ്നാട്ടിന്റെ പെർമിറ്റ് എടുത്തിട്ട് വേണം ആ ഭാഗത്തേക്ക് പോകാൻ. അതിന് ഒരു ആളിന് 1200 രൂപ വെച്ച് ചാർജ്.